നമസ്കാരം. ഏവർക്കും HS ലാബിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനോദ്, മൂവാറ്റുപുഴ ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത അധ്യാപകനാണ്. ഇന്ന് 9ാം ക്ലാസ്സിലെ ന്യൂ നമ്പേഴ്സ് പുതിയ സംഖ്യകൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ചോദ്യത്തിലേക്ക് കടക്കാം. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി ഗിവൺ ട്രയാങ്കിൾ. അല്ലെങ്കിൽ ചിത്രത്തിലെ ഈ ത്രികോണത്തിന്റെ ചുറ്റളവ്, പരപ്പളവ് എന്നിവ കണ്ടുപിടിക്കുക. ഇവിടെ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്, അതുപോലെ ഒരു സൈഡിന്റെ ലെങ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണണം, അതുപോലെ അതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കാണണം. ഉത്തരത്തിലേക്ക് കടക്കാം. ആദ്യം ഈ ട്രയാങ്കിളിന് ഒരു പേര് നമുക്ക് കൊടുക്കാം. ABC എന്ന ട്രയാങ്കിളിന്റെ പേര് കൊടുത്തു. അപ്പോൾ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കത് ഒരു പെർപെൻഡിക്കുലർ വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30, 60, 90 ആയിട്ട് വരും. ഈ ആംഗിൾ 75 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് 75 ഡിഗ്രി. ഇവിടെ നിന്ന് നമുക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആണല്ലോ. അപ്പൊ ഇത് 60, ഇത് 90 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം 75 ആണല്ലോ അല്ലെ. ആംഗിൾ C 75 ഡിഗ്രിയാണ്. അപ്പൊ ഈ ആംഗിൾ 30 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 45. അപ്പോഴല്ല 30 + 45 75 വരുള്ളൂ. അപ്പൊ ഈ ആംഗിൾ 45 ആണ്. ഈ ആംഗിൾ നമുക്ക് അറിയാം 90 ഡിഗ്രിയാണ്. അങ്ങനെയാണ് ഈ ആംഗിൾ എന്തായിരിക്കും? 45 ആണെന്ന് കാണാം. അപ്പൊ നമുക്ക് 30, 60, 90 ഉള്ളതും 45, 45, 90 ഉള്ളതുമായ രണ്ട് ട്രയാങ്കിൾസ് ഇവിടെ ആയിട്ട് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ ഫോം ചെയ്തു. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 1 യൂണിറ്റും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സ് 1 യൂണിറ്റ് വെച്ചാണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ √1² + 1² എന്ന് പറഞ്ഞാൽ √2 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 30, 60, 90 വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലും ഇതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. അതിന്റെ 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും എന്ത്? 90ക്ക് ഓപ്പോസിറ്റ് എന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. 2 ആണ് അല്ലെ. അങ്ങനെയാണ് ഇത് √2² - 1² അല്ലെ. അപ്പൊ √3 ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. 60ക്ക് ഓപ്പോസിറ്റ് √3. അല്ലെങ്കിൽ 30, 60, 90 ഡിഗ്രി വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിന്റെ ലെങ്ത് എത്രയാണോ അതിന്റെ ഡബിൾ ആണ് എന്ത്? 90ക്ക് വരുന്ന ലെങ്ത് എന്ന് നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് ആദ്യത്തെ കേസ് എടുക്കാം. ഇവിടെ 30, 60, 90യില് 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിന്റെ ലെങ്ത് എത്രയാണ്? 4 ആണ് അല്ലെ. നമുക്ക് ഇവിടെ വന്നതിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ. അപ്പൊ ഇവിടെ 2ന് പകരം 4 ആണ് തന്നേക്കണേ അല്ലെ. അപ്പൊ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 4 തന്നെ. അപ്പൊ ഇതിന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ. 90ക്ക് ഓപ്പോസിറ്റ് 4 വരുമ്പോ 30, 60, 90 റൈറ്റ് ആംഗിൾ ട്രയാംഗിളില് 90ക്ക് ഓപ്പോസിറ്റ് 4 വരുമ്പോ 30ക്ക് ഓപ്പോസിറ്റ് അതിന്റെ ഹാഫ് ആയിരിക്കും. എത്രയായിരിക്കും? 2 ആണെന്ന് അറിയാം. അപ്പൊ ഈ സൈഡ് എത്രയായിരിക്കും? √4² - എന്ത് വരും? 2² എന്ന് വരും. ചെയ്ത് വരുമ്പോ എന്ത് വരും? 2√3 എന്ന് വരും. √4² - 2² അല്ലെ. 4² എന്ന് പറഞ്ഞാൽ എത്രയാ? 16. 16 - 2² എന്ന് പറഞ്ഞാൽ എത്രയാ? 4 അല്ലെ. അപ്പൊ എന്ത് വരും? √16 - 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 12. 12 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 4 × 3 എന്ന് എഴുതാം. √4 × 3 എന്ന് പറയുമ്പോൾ 4ന്റെ റൂട്ട് 2 ആണ്. 2√3 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് BC എന്താണ്? 4 വരുമ്പോ നമുക്ക് ഇവിടെ ഒരു പേര് കൊടുക്കാം. ഈ പെർപെൻഡിക്കുലർ ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് P എന്ന് കൊടുക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ PBCയില് P എന്ന് പറയുന്ന ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അതിന്റെ ഓപ്പോസിറ്റ് 4 വന്നാൽ 30ക്ക് ഓപ്പോസിറ്റ് എന്ത് വരും എന്ന് പറഞ്ഞാൽ 2. 30ക്ക് ഓപ്പോസിറ്റ് BP എന്ന് പറയുന്ന ഈ ലെങ്ത് 2 എന്ന് വരും. അതുപോലെ 60ക്ക് ഓപ്പോസിറ്റ് എന്ത് വരും? ഈ ലെങ്ത് PC 2√3 എന്നും വരും. അപ്പൊ നമുക്ക് എന്താ കിട്ടി? BC 4 വരുമ്പോ എന്ത് വരും? BP 2 വരും അല്ലെ. അതുപോലെ PC 2√3 വരും. അപ്പൊ നമുക്കിത് രണ്ടാമത്തെ ട്രയാങ്കിൾ പരിഗണിക്കാം. ഇതിപ്പോ ഏത് ട്രയാങ്കിളിൽ നിന്നാണ് കിട്ടിയേ? ട്രയാങ്കിൾ BPC എടുക്കുമ്പോഴാണ് BPC എന്ന ട്രയാങ്കിളിൽ നിന്നാണ് ഈ മൂന്ന് കാര്യങ്ങൾ കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ APC എടുത്താലോ?
ട്രയാങ്കിൾ എ പി സി. ആ ട്രയാങ്കിൾ എടുത്താലോ? അതിൽ നമുക്കിപ്പോൾ പി സി എന്താണെന്ന് കിട്ടി? പി സി 2√3 ആണെന്ന് കിട്ടി. 2√3 പി സി 2√3 അല്ലെ? അത് ഈ 45 ഓപ്പോസിറ്റ് 2√3 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 45 ഓപ്പോസിറ്റ് പി എയും എന്ത് വരും? അല്ലെങ്കിൽ എ പിയും 2√3 ആയിട്ട് വരും അല്ലെ? 45 90യിൽ 45 ഡിഗ്രി വരുന്ന ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് 2√3 ഇത് 2√3 ആണെങ്കിൽ ഇതും എന്താണ്? 2√3 ആണെന്ന് നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും? 1:1:√2 എന്ന് കാണാം. അപ്പൊ 1:1:√2 ആണെന്ന് കാണാം അല്ലെ? ഇവിടെ 40, പക്ഷെ ഈ നമ്മുടെ ഈ ചോദ്യത്തില് 45 ഓപ്പോസിറ്റ് എത്രയാ? 2√3 അല്ലെ? അപ്പോ ഇവിടെ 2√3 എന്നാണ്. അപ്പൊ 1 വന്നിടത്ത് എന്ത് വന്നു? 2√3 എന്ന് വന്നു. 2√3. അപ്പൊ ഇവിടെയും എന്താണ്? 2√3 എന്നാണ്. 2√3. അപ്പൊ 1ന്റെ പ്ലേസിൽ 2√3 ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ 2√3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2√3. അപ്പൊ എന്ത് വരും? √2 × 2√3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2√2 × √3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? √3 × 2 എന്ന് പറഞ്ഞാൽ 6. 2√6 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ എ സി എന്ന് പറയുന്നത് എന്ത് വരും? എ സി എന്ന് പറയുന്നത് 2√6 എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് ഇനി എന്തൊക്കെ കാണണ്ടേ? പെരിമീറ്റർ അല്ലെ? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. അപ്പൊ ചുറ്റളവ് കാണുന്ന എങ്ങനെയാ? ഇതെല്ലാ സൈഡ്സിന്റെ ലെങ്ത് അളന്നാ പോരെ? ഇത് 2√6 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബി സി എത്രയാണ്? ബി സി എന്ന് പറയുന്നത് 4 പ്ലസ് എ ബി എന്ന് പറയുന്നതോ 2 പ്ലസ് ഇവിടെ തൊട്ട് വരെ 2 പ്ലസ് 2√3 പ്ലസ് എ സി എത്രയാ? 2√6. 2 പ്ലസ് 4 എത്രയാ? 6. 6 പ്ലസ് 2√3 പ്ലസ് 2√6 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എല്ലാം 2 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്താ എഴുതാം? 2 ഇൻറ്റു എങ്ങനെ എഴുതാം? 3 പ്ലസ് √3 പ്ലസ് √6 എന്ന് എഴുതാം. അത്രയും സെന്റിമീറ്റർ. അതാണ് അതിന്റെ എന്ത്? അതാണ് അതിന്റെ പെരിമീറ്റർ എന്ന് കാണാം, അല്ലെങ്കിൽ ചുറ്റളവെന്ന് കാണാം. ഇനി അതിന്റെ ഏരിയ കാണാൻ പറയുന്നുണ്ട്. ഏരിയ അല്ലെങ്കിൽ എന്ത്? പരപ്പളവ് അല്ലെ? പരപ്പളവ് എങ്ങനെ കാണാം? പരപ്പളവ് കാണാൻ ട്രയാങ്കിളുടെ ഏരിയ കാണാൻ ഹാഫ് ബി എച്ച് അല്ലെ? ഹാഫ് ബി എച്ച്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് എന്താ എഴുതാം? ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 2√3 അല്ലെ? ആ 2 ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും? 2 ഇൻറ്റു 1 പ്ലസ് √3 എന്ന് വരും അല്ലെ? അപ്പൊ ഹാഫ് ഇൻറ്റു 2 ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും? 2 ഇൻറ്റു 1 പ്ലസ് √3 എന്ന് വരും. ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇതാണ്, പി സി ആണ്. എത്രയാ? 2√3. ഈ 2 ും 2 കട്ട് ചെയ്തു പോകും. അപ്പൊ എന്ത് വരും? 1 പ്ലസ് √3 ഇൻറ്റു 2√3 എന്ന് കിട്ടും. അത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ പരപ്പളവെന്നും നമുക്ക് കാണാം. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫ്രം ദ പെയർസ് ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ പിക്ക് ഔട്ട് ദോസ് ഹൂസ് പ്രോഡക്റ്റ് ഈസ് എ നാച്ചുറൽ നമ്പർ ഓർ എ ഫ്രാക്ഷൻ. അപ്പൊ ഇവിടെ കുറച്ച് ജോഡി സംഖ്യകൾ തന്നിട്ടുണ്ട്. ആ സംഖ്യകളുടെ ഗുണനഫലം എണ്ണൽ സംഖ്യയാകുമോ അല്ലെങ്കിൽ ഭിന്നസംഖ്യയാകുമോ? അങ്ങനെ ആകാവുന്നത് മാത്രം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പേര് തന്നേക്കുന്നത് √3 √12 എന്നാണ്. അപ്പോ അതിന്റെ ഗുണനഫലം എന്ത് വരും? അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ √3 × 12 എന്ന് വരും അല്ലെ? √3 × √12 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? √3 × 12 എന്ന് എഴുതാം. അപ്പൊ എന്ത് വരും? √3 × 12 എത്രയാ? 36 എന്ന് വരും. അത് 6 എന്ന് വരും ആൻസർ. അതൊരു നാച്ചുറൽ നമ്പർ ആണ്. ക്ലിയർ അല്ലേ? അതൊരു എണ്ണൽ സംഖ്യയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. √3 × √1.2 എന്നുള്ളത് എങ്ങനെ എഴുതാം? നമുക്ക് √3 × 1.2 എന്ന് എഴുതാം. എന്ത് വരും? എന്ത് വരും? 3.6 എന്ന് വരും. ഇത് നാച്ചുറൽ നമ്പർ അല്ല. അതുപോലെ തന്നെ ഇതിനെ ഭിന്നസംഖ്യയായിട്ട് എഴുതാനും സാധിക്കില്ല. അടുത്ത കേസിലേക്ക് പോവാം. 5 × √8 എന്നാണ് അല്ലെ? തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 5 √8 എന്നാണ് ആ പെയർ. അപ്പൊ അതിന്റെയും പ്രോഡക്റ്റ് കണ്ടു നോക്കാം. √5 × √8 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം?
റൂട്ട് 5 ഇൻറ്റു 8 എന്ന് എഴുതാം. 5 ഇൻറ്റു 8 അപ്പൊ എന്ത് വരും? റൂട്ട് 40 എന്ന് വരും. റൂട്ട് 40 എന്ന് പറയുന്നത് എന്തല്ല? 40 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുകൊണ്ട് ഇതിന്റെയും ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അടുത്ത പേരെടുക്കാം. എന്താണ്? റൂട്ട് 0.5ഉം റൂട്ട് 8ഉം. അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് എങ്ങനെ വരും? റൂട്ട് ഓഫ് 0.5 ഇൻറ്റു റൂട്ട് 8 എന്ന് വരും. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് 0.5 ഇൻറ്റു 8 എന്ന് വരും. എന്ത് വരും? 8 ഇൻറ്റു 5 40 അല്ലേ? അപ്പൊ 4.0 എന്ന് എഴുതാം. റൂട്ട് 4ന്റെ വാല്യൂ എത്രയാ? അല്ലെങ്കിൽ 4ന്റെ റൂട്ട് എത്രയാ? 2 എന്ന് കാണാം. അതൊരു നാച്ചുറൽ നമ്പർ ആണ്, നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു എണ്ണൽ സംഖ്യയാണ്. ഇനി അടുത്ത കേസിൽ പോവാം. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? പേര് റൂട്ട് 7 ആൻഡ് 1/2 റൂട്ട് 3 ആൻഡ് 1/3. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെങ്ങനെ എഴുതാം? ഇതിന്റെ പ്രോഡക്റ്റ് കാണണം അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 7 ആൻഡ് 1/2 എന്നുള്ളത് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 7 14. 14 പ്ലസ് 1 15. അപ്പൊ 15 ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം? 2 എന്ന് എഴുതാം. 15 ഡിവൈഡ് ബൈ 2 ആണ് എന്ത്? റൂട്ട് 7 ആൻഡ് 1/2 അല്ലെ? 7 ആൻഡ് 1/2 15/2 എന്ന് നമുക്ക് എഴുതാം. ഇൻറ്റു 3 ആൻഡ് 1/3 എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 3 9. 9 പ്ലസ് 1 10. 10/3 എന്ന് എഴുതാം. 10/3. അപ്പൊ റൂട്ട് 7 ആൻഡ് 1/2 എന്നുള്ളത് റൂട്ട് 15/2 എന്ന് എഴുതാം. റൂട്ട് 3 ആൻഡ് 1/3 എന്നുള്ളത് റൂട്ട് 10/3 എന്ന് എഴുതാം. അതിന്റെ പ്രോഡക്റ്റ് കാണുമ്പോൾ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? ഈ 3ഉം 15ഉം കട്ട് ചെയ്യും 5 എന്ന് വരും. 2ഉം 10ഉം കട്ട് ചെയ്യും 5 എന്ന് വരും. 5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എന്ത് വരും? റൂട്ട് 25 എന്ന് വരും. 25ന്റെ റൂട്ട് എത്രയാ? 25ന്റെ റൂട്ട് 5 എന്ന് നമുക്ക് കാണാം. കൂടുതൽ ഗണിത ആശയങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.